സഭാ ജോസഫ് അവരുടെ ഇൻഡെക്സ് ഗ്രൂപ്പിന്റെ മാനേജർ കുമാർ, UA എക്സ്ചേഞ്ചിന്റെ മാർക്കറ്റിംഗ് മാനേജർ ഗോപകുമാർ, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, AM മുഹമ്മദ്, അഡ്വക്കേറ്റ് VA ലത്തീഫ്, ഡോക്ടർ VA ലത്തീഫ്, ചിരന്തനിയുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ, ട്രഷറർ ഉമ്മർ, മാധ്യമപ്രവർത്തകരായ നാസർ ബേപ്പൂർ, ആൽബർട്ട് അലക്സ്, ദേവദാസ്, നസീം പുന്നൂർ, NM അബൂബക്കർ, നാസർ ഊരകം, സതീഷ്, NM അബൂബക്കർ, മറ്റ് സലാം, സ്നേഹം നിറഞ്ഞ എന്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ AMCCയുടെ ദുബായ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ NA കരീം, LOCയുടെ പ്രസിഡന്റ് KM കുഞ്ഞുമുഹമ്മദ്, മാക്കിന്റെ പ്രതിനിധി ഷാഫി, അതുപോലെ തന്നെ വളരെ സീനിയറായ ദുബായിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ RM ജമാൽ മാസ്റ്റർ, മറ്റ് സുഹൃത്തുക്കളെ, കൂടുതലായി സംസാരിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ സംസാരിച്ചാൽ എനിക്ക് സംസാരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി അവാർഡിനെ കുറിച്ചും അതിൽ തെരഞ്ഞെടുത്തതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ദുബായിനെ സംബന്ധിച്ചിടത്തോളം മാവേലി തമ്പുരാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒട്ടനവധി പരിപാടികൾ നടക്കുന്നതുകൊണ്ടും മന്ത്രിമാരടക്കമുള്ളവർ UAE സന്ദർശിക്കുന്നതുകൊണ്ടും നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ടായിരിക്കാം കുറച്ച് പ്രവർത്തകർ, മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടി എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും മുഖം നോക്കാതെ തന്നെയാണ് ഞങ്ങൾ ഈ അവാർഡ് പ്രഖ്യാപിക്കാറുള്ളത്. അത് വളരെ സത്യസന്ധമായി ഒരു വർഷത്തെ ലേഖനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾ തന്നെ വിലയിരുത്തി ആണ് അവാർഡ് തീരുമാനിക്കാറുള്ളത്. ഞങ്ങൾ തെരഞ്ഞെടുത്ത അവാർഡ് ജേതാക്കളെ കുറിച്ച് ആർക്കും ഇതുവരെ പരാതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. തീർച്ചയായും 2006 അവാർഡും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ അവാർഡ് ഗൾഫിന് പുറത്തുള്ള പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദാണ് ഏറ്റുവാങ്ങിയതെങ്കിൽ രണ്ടാമത്തെ അവാർഡ് ഗൾഫ് മാധ്യമത്തിന്റെ ബ്യൂറോ ചീഫ് ശ്രീ MCA നാസർ. MCA നാസർ UAE കാലുകുത്തുന്നതിന് മുമ്പ് തന്നെയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. കാരണം അദ്ദേഹം ബഹ്റൈനിൽ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായി വർക്ക് ചെയ്യുമ്പോൾ ഇറാഖ് യുദ്ധത്തെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വളരെ സത്യസന്ധമായി അദ്ദേഹം ബഗ്ദാദിലെത്തി ആ യുദ്ധക്കെടുതികൾ, യുദ്ധ റിപ്പോർട്ടുകൾ സത്യസന്ധമായി വിലയിരുത്തിയതിന്റെ ഫലമായി ആദ്യത്തെ ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം UAE ദുബായിലെ ബ്യൂറോ ചീഫായി വരുന്നത്. മൂന്നാമത് അവാർഡിന് തെരഞ്ഞെടുത്ത ശ്രീ ബിജു ആബേൽ ജേക്കബ്, അദ്ദേഹത്തിന്റെ റൗണ്ട് അപ്പ് എന്ന പരിപാടിയിലൂടെ അത് വളരെ സത്യസന്ധമായി ഞങ്ങളെ വളരെ തെരഞ്ഞെടുക്കുമ്പോൾ ദൃശ്യ മാധ്യമത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോടുള്ള സമീപനവും അത് കേരളത്തിൽ ഉണ്ടാക്കിയ ഭരണത്തിൽ പോലും ഉണ്ടാക്കിയ ചില ഉള്ളടക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തപ്പോൾ ആ 3 അവാർഡുകളും ഇപ്പോൾ തെരഞ്ഞെടുത്ത ശ്രീ ചന്ദ്രസേനനെ പ്രത്യേകമായി സത്യത്തിൽ ഒരാൾക്കാണ് അവാർഡ് കിട്ടേണ്ടത്. ഞങ്ങളെ ഇപ്രാവശ്യം 2 ആളാക്കി മാറ്റിയത് നോർക്ക അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ, സംസ്ഥാന സർക്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ UAE പ്രത്യേകിച്ച് റേഡിയോ നിലയങ്ങളെ മാറ്റി നിർത്തി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നും അതിനെതിരെ പ്രതിഷേധങ്ങളും കോലാഹലങ്ങളും ഉണ്ടായി. ഇന്ന് പത്രത്തെ പോലെ TV യെ പോലെ
UAE-യിലെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണ് റേഡിയോ എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഒരാൾക്ക് കിട്ടേണ്ട അവാർഡ് രണ്ടാക്കാക്കി മാറ്റുകയും അതിൽ റേഡിയോ ഏഷ്യയും ഏഷ്യാനെറ്റ് റേഡിയോയുമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി മറ്റൊക്കെ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നൽകുന്ന റേഡിയോകൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ഈ രണ്ട് റേഡിയോകളെ വിലയിരുത്തുകയും അതിൽ നിന്ന് ജനകീയമായ ഒരു പരിപാടി എന്ന നിലയിൽ നമ്മൾ തമ്മിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ജനകീയമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അതിന്റെ പ്രോഗ്രാം ഡയറക്ടർ ശ്രീ ചന്ദ്രസേനെ തെരഞ്ഞെടുക്കുകയുണ്ടായി. തീർച്ചയായും ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ അവാർഡുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കും പരാതിയോ ഒന്നും ഇല്ല എന്നതാണ് ഇന്ന് അവാർഡ് വിതരണം ചെയ്യുമ്പോഴുള്ള ഇന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ. ഇല്ലെങ്കിൽ സാധാരണ അവാർഡൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഈ നാടിൽ ഞങ്ങളുടെ അവാർഡിനെ കുറിച്ച് ഇന്നുവരെ പരാതികൾ ഉണ്ടായിട്ടില്ല. ഇനിയും പരാതികൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പരമാവധി ശ്രമങ്ങൾ ഉണ്ടാവും. പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരാതികൾ ഉണ്ടാക്കിയതോടും യാതൊരു പ്രശ്നവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ 4ഓളം പുസ്തകങ്ങൾ ഇവിടെ പുറത്തിറക്കി. ഇനി 5ാമത്തെ പുസ്തകത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. 1ാമത്തെ പുസ്തകം ഇപ്പോഴത്തെ ചന്ദ്രയുടെ ബ്യൂറോ ചീഫായ ശ്രീ ജലീൽ പട്ടാമ്പിയുടെ കവിത വാക്ക് എന്ന് പറയുന്ന പുസ്തകം. 2ാമത്തെ സുറാബിന്റെ ഷെയറിംഗ് അക്കോമഡേഷൻ എന്ന് പറയുന്ന 2ാമത്തെ പുസ്തകമാണ്. 3ാമത് ശ്രീ KM അബ്ബാസിന്റെ വാണിഭം എന്ന് പറയുന്ന. 4ാമത് കുഴൂർ വിൽസന്റെ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞങ്ങളത് റിലീസ് ചെയ്തത്. ഇനിയും 5ാമത്തെ പുസ്തകത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ അവാർഡ് കൊടുക്കലും പുസ്തകം ഇറക്കലും മാത്രമല്ല ചിരന്തനിയുടെ പ്രധാനമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഞങ്ങള് സുനാമി ദുരന്തമുണ്ടായപ്പോൾ മറ്റ് ചിരന്തനയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംഘടനകൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സംഘടന ചെയ്യുന്നത് തന്നെ ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മറിച്ച് മറ്റൊരു വിപണി. ഞങ്ങള് സുനാമിയെ ആലോചിച്ചപ്പോൾ സുനാമിയിൽ നിന്ന് കണ്ടപ്പോൾ എല്ലാവരും വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും അയക്കുന്നു, കുറെ കാശ് പിടിക്കുന്നു. ഞങ്ങള് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി വേണ്ടുന്നത് മരുന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെ ഇവിടെ ഞെട്ടിച്ചത് ഇവിടുത്തെ ഡോക്ടർമാരെ കുറിച്ച് അല്ലെങ്കിൽ ക്ലിനിക്കിനെ കുറിച്ചൊക്കെ വളരെ കരുത്തിറക്കുന്ന കാശാണ് അവർ വാങ്ങുന്നതൊക്കെ നമുക്ക് പൊതുവെ അഭിപ്രായമുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എല്ലാ ഇവിടുത്തെ ഡോക്ടേഴ്സിനും ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് ആർക്കും കൊടുക്കാത്ത, ഒരു രോഗി വന്നാൽ പോലും ഫ്രീ ആയി കൊടുക്കാത്ത മരുന്ന്, വില പിടിച്ച മരുന്നുകൾ. അതെനിക്ക് തോന്നിയത് ഇപ്പൊ ഈ ഇടക്കാലത്ത് ഏറ്റവും ചെറിയ അസുഖം വന്നപ്പോ ഞാൻ ആ ഗുളിക വാങ്ങിയപ്പോൾ അതിന്റെ ഒരു മരുന്നാണ് കഴിഞ്ഞ സുനാമി ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചത്. പക്ഷെ അത് 10 ലക്ഷവും കേരളത്തിൽ എത്തിയില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. 2 ലക്ഷം രൂപയുടെ മരുന്ന് എത്തിയപ്പോൾ തന്നെ അവിടെ നമ്മുടെ ഗവൺമെന്റിൽ പ്രശ്നമുണ്ടായി. മരുന്ന് അവിടെ ഇറക്കാൻ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ നിരോധിച്ച മരുന്നുകൾ ഉള്ളത് കൊണ്ട് മരുന്ന് ഇറക്കാൻ പാടില്ല എന്ന് CM-ന്റെ ഓഫീസിന് ഞങ്ങൾ നിർദ്ദേശം നൽകുകയും ആ മരുന്ന് 8 ലക്ഷം രൂപയുടെ മരുന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൃപ്തികരമായ പ്രവർത്തനം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വരുന്ന ചില എല്ലാവർക്കും നമുക്ക് സഹായിക്കാൻ കഴിയില്ല. ചില ഈ വളരെ പ്രധാനപ്പെട്ട ക്യാൻസർ രോഗം, അതുപോലെ വീടില്ലാത്തവരെ ഞങ്ങൾ സ്വന്തം കാശ് കളിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ സഭാ ജോസഫ് ഭട്ടനെ പോലെയുള്ള ആൾക്കാരെ കണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾ ഇന്നുവരെ ഒരു ടെലിഫോൺ നമ്പർ ആർക്കും കൊടുത്താൽ അത് മടക്കാത്ത ഒരാളാണ് നിലയിൽ. അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തി ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ശത്രുക്കളും മിത്രങ്ങളും അതൊരു പ്രശ്നമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ ഉണ്ടാവുന്നതും സ്നേഹിതന്മാരുണ്ടാവുന്നതും ഒരുപോലെ കാണുന്ന ആളാണ്. ശത്രുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകട്ടെ എന്ന് കരുതുക. അതുകൊണ്ട് ഞാൻ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. പക്ഷെ ശത്രുക്കൾ തനിക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ഈ പൂർവ്വപ്രവർത്തനത്തിൽ. പക്ഷെ ജോസഫ് ഭട്ടനെ പോലെയുള്ള ആൾക്കാർ, അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ സഹായത്തിന് എന്നെ ക്ഷണിക്കുന്നു. സഹായം മാത്രമല്ല, പല പ്രശ്നങ്ങളും ഇന്ന് രാവിലെ നിങ്ങളൊക്കെ വരികയും ചിരന്തനയുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം. അത് നല്ലതായ നല്ല അഭിപ്രായം തുറന്നു പറയുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
ഈ മുഖത്തു നോക്കി കാര്യങ്ങൾ പറയുന്നവരെയാണ് ഞാൻ ഇഷ്ടപ്പെടാറ്. എനിക്ക് മറ്റുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ചിരന്തനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ചിരന്തന ചെയ്ത കാര്യങ്ങൾ ഇന്നത് ശരിയായില്ല എന്ന് പറയുന്നത്, മുഖത്തു നോക്കി പറയുന്നത്, മുഖത്തു നോക്കി ചൂണ്ടിക്കാണിക്കുന്നത്, സത്യത്തെ സത്യമാണെന്ന് പറയുകയും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ആ സ്പോട്ടിൽ പറയുന്നവരുമാണ് യഥാർത്ഥത്തിൽ സത്യസന്ധനും ആത്മാർത്ഥമുള്ള ഏത് മേഖലയിലായാലും, പത്രപ്രവർത്തനമായാലും സാമൂഹ്യ പ്രവർത്തനമായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും അതാണ് ശരി. അതിന്റെ യഥാർത്ഥ സത്യം പറയാൻ ആരും തയ്യാറാകുന്നില്ല. അതിന്റെ മലയാളം സാധാരണക്കാരന് അദ്ദേഹം പറഞ്ഞ സാഹിത്യത്തിലുള്ള ആ വാക്കിന്റെ വാക്കാണ് പറഞ്ഞത്. പക്ഷെ സാധാരണക്കാരന് അതെന്താണെന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി. പക്ഷെ ഞാനത് പച്ച മലയാളത്തിൽ പറഞ്ഞപ്പോ ചന്ദ്രൻ സാർ അത് എന്നോട് പറഞ്ഞാൽ ശരിയല്ല, നിങ്ങൾ പാർലമെന്റ് പറയരുത് പറയുന്നത്. ഞാൻ വീണ്ടും ഷാർലി ബെഞ്ചമിനുമായിട്ട് എപ്പോഴും പ്രശ്നമാണ്. വാർത്തകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന ഇത് കിട്ടി ഇതിൽ ശരി തന്നെയാണോ തെറ്റാണോ കൊടുത്തവരും നല്ലത് ചെയ്താൽ അവരെ അഭിനന്ദിക്കുവാനും അതുപോലെ എന്തെങ്കിലും തെറ്റായി വന്നാൽ വളരെ ശക്തമായ രീതിയിൽ ഞാൻ അവരോട് തർക്കിക്കാറുണ്ട്, പ്രതിപാദിക്കാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവർക്ക് ഒരു നമ്മളോട് സ്നേഹം ഉണ്ടാവൂ എന്നാണ്. അതുകൊണ്ടാണ് എന്നോട് എല്ലാ പത്രക്കാർക്കും ഭയങ്കര സ്നേഹമാണ്. മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. പക്ഷെ ഞാൻ തർക്കിക്കാത്ത ആരും ഇല്ല എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരോടൊക്കെ ചിരന്തനക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. തീർച്ചയായും പത്രപ്രവർത്തകർ നല്ല പ്രകാരം ഇപ്പൊ ഒരുപാട് സ്വാതന്ത്ര്യം ജനറൽ സെക്രട്ടറി സതീഷ് ഇരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിവാദങ്ങളും അതുപോലെ ചില കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിലാണ് സതീഷ് ഏറ്റവും പ്രഗത്ഭനായ ഒരു ജ്വല്ലറി ഉടമയെതിരെ എഴുതുകയും അദ്ദേഹത്തെ കോടതി വരെ കയറ്റിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്തോളം ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ, ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അത് വെളിച്ചത്ത് കൊണ്ടുവരികയും എം അഷറഫിനെയും പി പി ശശീന്ദ്രനെയും മനോരമയുടെ ഗോപിയേട്ടനുമായി വളരെ ചെറുപ്പത്തിൽ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ അവരുമായി ബന്ധപ്പെടാം. അവർ ഓഫീസിൽ പോകാം, പത്രത്തിൽ ഫോട്ടോ കൊടുക്കാറുണ്ട്. ഫോട്ടോ നല്ല സുന്ദരമായി അന്നേരത്തെ ചെറുപ്പത്തിലെ ഫോട്ടോ അച്ചടിച്ച് വരാറുണ്ട്. പക്ഷെ അവിടെയുള്ള പത്രപ്രവർത്തകർക്ക് കാണാത്ത ഒരു കാര്യം ഇവിടുത്തെ ഗൾഫിലെ പത്രപ്രവർത്തകർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വലിയ ഈ പാവങ്ങളെ ഒഴിഞ്ഞുകിടക്കുന്ന രോഗികളെ കുറിച്ച് ഒറ്റപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അങ്ങനെ എന്തെങ്കിലും വളരെ ഒരു അവാർഡ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു പ്രതിഭ ശ്രദ്ധിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ നാട്ടിൽ റിപ്പോർട്ട്. എന്നാൽ ഇന്ന് ഇവിടെ ആള് നേരെ തിരിച്ച ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ പത്രപ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ കൊണ്ട്. ഞാൻ ഈ വേദിയിൽ ഇപ്പൊ ശ്രീ എൻഎം അബൂബക്കർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നു. അതുപോലെ ഇത് ഗൾഫിലുള്ള ആൾക്കാരെയാണ് വരച്ചു കാണിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെയും മനസ്സ് തുറക്കാൻ പറ്റുന്ന മറ്റൊരു പത്രപ്രവർത്തകൻ നസീം കുഞ്ഞൂരിന്റെ കേരള ശബ്ദം എന്ന് പറയുന്ന അതിലുള്ള കോളം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന, ഇവിടെ മാത്രമല്ല നാട്ടിലെ ആൾക്കാരുടെ കണ്ണു തുറപ്പിക്കുന്ന, സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ പോലും പറ്റുന്ന ഒരു കോളം ശ്രീ നസീം കുഞ്ഞൂർ കേരള ശബ്ദത്തിൽ ചെയ്യുന്നത്. എന്റെ അനുഭവത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ എനിക്ക് അറിയുവാനും ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കഴിഞ്ഞ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നിരന്തരമായി എന്താണ് ദൈവം നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. സംഘടനക്കും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ സാധിക്കും. അതിനകമഴിഞ്ഞ സഹായവും സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പ്രത്യേകിച്ച് ചിരന്തനക്ക് ഞാൻ നേരത്തെ എല്ലാ യോഗത്തിലും പറയും പോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇതിലില്ല. ചിരന്തനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഞങ്ങൾ ഇതിൽ കാണാറില്ല. രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നതെങ്കിലും രാഷ്ട്രീയം ഇതിൽ കാണാറില്ല. ഇതിന്റെ ജനറൽ സെക്രട്ടറി ഒന്നാം നമ്പർ മുസ്ലിം ലീഗുകാരനാണ്. ഇതിന്റെ പ്രസിഡന്റ് ഒന്നാം നമ്പർ കോൺഗ്രസുകാരനുമാണ്. പിന്നെ CPM-ന്റെ പ്രവർത്തകരുണ്ട്, INL-ന്റെ പ്രവർത്തകരുണ്ട്. എല്ലാ പ്രവർത്തകരും, രാഷ്ട്രീയം ഇല്ലാത്ത പ്രവർത്തകർ. ശ്രീ TK ഉമ്മർ ഇപ്പോ രാഷ്ട്രീയം തന്നെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ഖജാൻജി. അങ്ങനെയുള്ള ഒരു സംഘമാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ഒരു ബാംഗ്ലൂരിയായ മലയാളം നന്നായി സംസാരിക്കുന്ന രവി മുരിയാറാണ്. അപ്പോ ഒരു സംഘടന രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടായ്മ ചിരന്തനയാണ്. ഞങ്ങൾ ഈ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. മേലിലും നല്ല പ്രവർത്തനങ്ങൾ നടത്താം. ഞങ്ങൾ ചെയ്യാത്ത മറ്റു പരിപാടികൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനും അത് ചെയ്യുവാനുള്ള പ്രോത്സാഹനം നമുക്ക് നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം കുറച്ചേ പറയും. കുറച്ച് വീട്ടിൽ പോയി ക്ഷമിക്കണം. ഇതിന്റെ പ്രധാന ചടങ്ങായ അവാർഡുകൾ വിതരണം ചെയ്യണം. അതിനു മുമ്പ് വളരെ